അത് നമുക്ക് എണ്ണയുടെ കളറും കാണാൻ വെളിച്ചെണ്ണ കളറാണ്. നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ വരുന്നത് കാണാം. ഓയിൽ മില്ല് തുടങ്ങാനുള്ള പ്രധാന കാരണം ഒന്ന് നമ്മുടെ വീട്ടിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഒരു ആഗ്രഹം, പിന്നെ നാട്ടിൽ നല്ല വെളിച്ചെണ്ണ കൊടുക്കണം. കാരണം നല്ല വെളിച്ചെണ്ണ എവിടെയും ശുദ്ധമായിട്ട് കിട്ടാനില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ വന്നുള്ളത് ചേലക്കരയിലാണ്. ചേലക്കര കരുണ ഓയിൽ മില്ലിലേക്ക് വന്നേക്കാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ പ്രത്യേകതയാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ സജീവ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ സജീവ് ചേട്ടനാണ് ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓയിൽ മില്ല് തുടങ്ങിയിട്ടുള്ളത്? ഓയിൽ മില്ല് തുടങ്ങാനുള്ള പ്രധാന കാരണം ഒന്ന് നമ്മുടെ വീട്ടിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഒരു ആഗ്രഹം, പിന്നെ നാട്ടിൽ നല്ല വെളിച്ചെണ്ണ കൊടുക്കണം. കാരണം നല്ല വെളിച്ചെണ്ണ എവിടെയും ശുദ്ധമായിട്ട് കിട്ടാനില്ല. നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ വെളിച്ചെണ്ണ മേടിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം മായ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ള കാര്യം. വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തുനിന്ന് വെളിച്ചെണ്ണ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോ പുറത്തുനിന്നൊക്കെ വെളിച്ചെണ്ണ നമ്മളിപ്പോ നോർമലി ഒരു ലിറ്ററിനൊക്കെ 220, 230 റേറ്റ് വരുന്നത്. ഇവിടെ എത്രയാണ് വില വരുന്നത്? ഇവിടെ 310 രൂപ വരും. 310 രൂപയാണ് ഒരു ലിറ്ററിന് വില വരുന്നത്. അത് എന്തുകൊണ്ടാണ്? കാരണം ഇതിന്റെ ഇതിന്റെ റോ എന്ന് പറയുന്നത് കൊപ്രയാണ്. 60% വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 1 കിലോ കൊപ്ര എന്ന് പറഞ്ഞാൽ 170 രൂപയോളം വില വരുന്നുണ്ട്. അപ്പൊ ഒരു 1,600 ഉണ്ടെങ്കിലാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ, മാനുഫാക്ചർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ വില നോക്കിയാൽ മതി. ഏകദേശം 250, 260 രൂപ കൊപ്രയ്ക്ക് മാത്രമായി. റോ മെറ്റീരിയൽ മാത്രം നമുക്ക് 260 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. കൊപ്ര ഉണക്കി നമുക്ക് 1 ലിറ്റർ എണ്ണ കിട്ടുന്നതിന് 260 രൂപയുടെ കൊപ്ര വേണം. അപ്പൊ തന്നെ നമ്മുടെ പുറത്ത് കിട്ടുന്നതിനുള്ള വിലയായി പോയി. അപ്പൊ നമുക്ക് എത്രത്തോളം മായ ഉണ്ട് പുറത്ത് വെളിച്ചെണ്ണയ്ക്കുന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. ചേട്ടാ, അപ്പൊ ഒരു നാളികേരം നമുക്ക് എണ്ണ ഒന്നുമില്ല പ്രോസസ് ഒന്ന് കണ്ടാലോ? ഒരു നാളികേര എണ്ണ ആവണമെങ്കിൽ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളികേരം ആദ്യം കട്ട് ചെയ്തിട്ട് ഉണക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് വലിയ ഡ്രയറിലിട്ട് ഉണക്കും. ഓ, നമുക്ക് ഡ്രയറിലാണ് ഇവിടെ ഉണക്കുന്നത്. ഇതിലൊരു 1100 നാളികേരം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ വരെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഉണങ്ങും. ഫസ്റ്റ് ഉണങ്ങിയിട്ട് അത് വീണ്ടും എടുത്ത് നമ്മൾ ചിരട്ടേന്ന് കുത്തിയെടുത്തിട്ട് കൊപ്രയാക്കും. അപ്പൊ നമ്മുടെ മെഷീനിൽ നാളികേരം ഉണക്കി ഇതുപോലെ കൊപ്രയാക്കി. ഇത് കഴിഞ്ഞ അടുത്ത പ്രശ്നം എന്താ വരുന്നത്? ഈ കൊപ്ര നമ്മൾ കട്ട് ചെയ്യണം, ചെറിയ പീസുകളാക്കണം നമുക്ക് ആട്ടാനായിട്ട്. ആട്ടുന്നതിന് വേണ്ടി ചെറിയ പീസ് ആക്കണം. അത് കട്ടറാണ്. അപ്പൊ ഈ കട്ടറിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും, ചെറിയ പീസുകളാക്കും. ഈ കട്ടർ മെഷീനിലാണ് ഇതേപോലെയുള്ള കൊപ്ര കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഇത് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇട്ട് കൊടുത്താൽ മതി. മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടികൂടെ നമുക്ക് ചെറിയ പീസുകളാവും. അത് വളരെ കുഞ്ഞൻ മെഷീനാണ്. നമ്മൾ ബാക്കിയുള്ള മില്ലുകളൊക്കെ നമ്മൾ പോവാണെങ്കിൽ വലിയ വലിയ മെഷീൻസ് ആയിരിക്കും കൊപ്ര കട്ട് ചെയ്യുന്നതിനാണ്. ഇവിടെ ഭയങ്കര കുഞ്ഞൻ മെഷീനാണ്. നമ്മുടെ നല്ല ടെക്നോളജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ചെറിയ മെഷീനാണ്, സിമ്പിൾ ആണ് കൈകാര്യം ചെയ്യാനായിട്ട്. കൊപ്ര കട്ടർ വരുന്നത്. അടുത്ത പ്രശ്നം എന്താ വരുന്നത്? കട്ട് ചെയ്തിട്ടുള്ള ആ പീസുകളാണ് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മളിപ്പോ എണ്ണ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലൈവ് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, കഴിയാറായി. ലൈവ് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാന്ന് അല്ലേ? അതെ. അപ്പൊ നമുക്ക് നമ്മുടെ കൊപ്ര കട്ടറിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ് നമ്മുടെ കൊപ്ര കിട്ടുക. നല്ല രീതിയിൽ ചെറിയ രീതിയിൽ കട്ടായി കിട്ടും, നല്ല ഉണങ്ങിയിട്ടുള്ള കൊപ്ര. ഇത് തന്നെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ മെഷീനിൽ വെച്ച് ആട്ടി എണ്ണയാക്കുന്നത്. അതെ, ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. കോൾഡ് പ്രസ് ഓയിൽ മെഷീനാണ് നമ്മുടെ. ഇതിലാണ് ഇവിടെ ഇതിന്റെ വേസ്റ്റ് വരിക, നമ്മുടെ ചക്ക് വരിക. ഇതിൽ നമുക്ക് ഇനി ഒരു തരി പോലും എണ്ണ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെ കാണാം നമ്മുടെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എണ്ണ കിട്ടുക. അത് നമുക്ക് എണ്ണയുടെ കളറും കാണാം, വെളിച്ചെണ്ണ കളറാണ്. നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ വരുന്നത് കാണാം. ഇതിപ്പോ ഈ മെഷീന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ നമുക്ക് എണ്ണ ചൂടാവുന്നില്ല. എണ്ണ വളരെ കുറച്ച് ചൂടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ ക്വാളിറ്റി കൂടും. അതിലെ എല്ലാ വൈറ്റമിൻസും നമുക്ക് മിനറൽസും കിട്ടേണ്ടതായിരിക്കും വെളിച്ചെണ്ണയുടെ ആയിട്ടുള്ളത്. അപ്പൊ വെളിച്ചെണ്ണയുടെ എല്ലാ ക്വാളിറ്റിയും കിട്ടുന്ന ഒരു മെഷീനാണിത്. കോൾഡ് പ്രസ് ഓയിൽ മെഷീനാണ് നമ്മുടെ വരുന്നത്. ഇതിൽ മണിക്കൂർ നമുക്ക് എത്ര കിലോ കൊപ്ര ഇടാൻ പറ്റാം? ഒരു മണിക്കൂറിൽ 25 കിലോ. ഒരു മണിക്കൂറിൽ 25 കിലോ നമ്മുടെ കൊപ്ര നമ്മുടെ ഈ മെഷീനിൽ ആട്ടി എണ്ണയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ എക്സ്പെല്ലറാണ് വരുന്നത് അവിടെ മെഷീൻ ഹബിന്റെ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പ്യൂർ ആയിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടുന്നത് കാണാം. അതെ, എണ്ണ നമുക്ക് തൊട്ട് നോക്കാം. ചൂടുണ്ടാവില്ല, എണ്ണ തൊട്ടാലും ചൂടില്ല. അതാണ് കോൾഡ് പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഡ്രയർ വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കൊപ്ര കട്ടർ വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള എക്സ്പെല്ലർ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ്. കോൺടാക്ട് ചെയ്ത എല്ലാ മെഷീൻസ് നമ്മൾ എത്തിച്ചേരുന്നതാണ്. നമുക്ക് കൂടുതൽ എണ്ണ വരുന്നതാണ്. ഇതിലൊക്കെ എണ്ണ ആയിരിക്കും തോന്നുന്നു അല്ലേ ചേട്ടാ? എല്ലാ എണ്ണയാണ്. ഇതിലൊക്കെ എണ്ണയാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ എണ്ണ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മെഷീൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? നമ്മുടെ മെഷീൻ ഹബ്, തൃശ്ശൂർ.
അപ്പോൾ ഇവിടെ എല്ലാ മെഷീൻസ് എടുത്തിരിക്കുന്നത് നമ്മുടെ മെഷീൻ ഹബിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എണ്ണ നമുക്ക് ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഊറാനായിട്ട് വെക്കണ്ടായി. ഇങ്ങനെ ഒരു 3-4 ദിവസത്തെ പ്രോസസ്സാണ്. നമ്മൾ ഫിൽട്ടർ മെഷീൻ വാങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഒരു 4 ദിവസം കഴിഞ്ഞാലാണ് ശരിക്കും എണ്ണ ഊറി കിട്ടുള്ളൂ. അപ്പൊ ഊർന്ന് വരാനായിട്ട് 4 ദിവസത്തോളം എടുക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് അങ്ങനെ ഡ്രമ്മുകളിലാക്കിയിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് ടാപ്പ് ഒഴുക്കി എടുത്തിട്ട് ടാപ്പ് ഒഴുക്കി എടുക്കുന്നില്ല. അപ്പൊ ഇതിലൊക്കെ എണ്ണയാന്ന് തോന്നുന്നു അല്ലേ? എല്ലാത്തിലും എണ്ണയാണ്. ഇപ്പൊ ഫുൾ എണ്ണയുണ്ട്. ഇവിടെ ഒക്കെ ഫുൾ എണ്ണയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലെ ഇത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നുള്ളതാണ്. നമുക്ക് കാണാം. അപ്പൊ വെളിച്ചെണ്ണ മാത്രമാണോ വരുന്നത്? വെളിച്ചെണ്ണ പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് കടുകെണ്ണ, എള്ളെണ്ണയൊക്കെ ആട്ടുന്നുണ്ട്. ഒക്കെ നമ്മുടെ മെഷീനിലാണ്. എല്ലാ മെഷീനിലും നമ്മുടെ ഈ എക്സ്പ്ലോറർ വെളിച്ചെണ്ണ നമ്മുടെ നാളികേരം മാത്രമല്ല ആട്ടി എണ്ണ വരാം. എള്ളെണ്ണ, കടുകെണ്ണ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആട്ടി എണ്ണ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ കാണാം എള്ളെണ്ണ, കടുകെണ്ണയൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്ന പ്രൊഡക്റ്റ് എന്താണ്? പിന്നെ നമ്മൾ ഈ ഡ്രയറിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ് ഈ അരിപ്പപ്പടം. അരിപ്പപ്പടം. ഓ, അരി, ചവ്വരി, എള്ള്, ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രോസസ്ഡ് പപ്പടാണത്. ഇതെങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്? ഇത് നമ്മൾ ആവില് വേവിക്കണം. ആദ്യം ഇത് കരച്ചെടുത്ത് നമ്മൾ ആവില് വേവിച്ചെടുക്കും. ഒരു തട്ടുകളുണ്ട് ഇതിനായിട്ടുള്ളത്, അച്ച്. അതിനെടുത്തിട്ട് നമ്മൾ നേരെ ഇതിൽ ഈ ഡീഹൈഡ്രേഷൻ ചെയ്യും. ഈ പറയുന്ന ഡ്രയർ. ഇത് അവിടെ വരുന്നത് ബൾക്കായിട്ടുള്ള ഡ്രയറാണ്. ഇത് വരുന്നത് ഡ്രയർ ടൈപ്പ് ആണ്. ഇതിലാണ് നമുക്ക് ഇതുപോലെ എന്താ പറയാ സജിനോട് അരിപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ തന്നെ കൊണ്ടാട്ടമുണ്ട്. അതിന്റെ തന്നെ കൊണ്ടാട്ടം വരുന്നല്ലേ? അരിപ്പപ്പടം വരുന്നുണ്ട്, അതുപോലെ തന്നെ അരി കൊണ്ടാട്ടം വരുന്നുണ്ട്. ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം. കൊറിയർ അഡ്രസ് തന്നിട്ടുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഇത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ അരിപ്പപ്പടം സംഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സജീവനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇതൊക്കെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസും, ഇപ്പൊ ഡ്രയർ, ഉണക്കുന്ന മെഷീൻ ഡ്രയർ ആണെങ്കിലും അതുപോലെ തന്നെ എക്സ്പ്ലോറർ ആണെങ്കിലും കട്ടർ മെഷീൻ ആണെങ്കിലും എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആണെന്നായിരിക്കും. ബൈ.